അല്ല എഞ്ചിൻ്റെ ഒരു പിടുത്തമുണ്ടാ എഞ്ചിനെ എന്തിനൊക്കെ ഉണ്ടോ? ഓ ചപ്പാത്തിയും സോയാബീനും ചന്തി പിടിച്ചിരിക്കണ എന്ത് വെച്ചിടാ കുട്ടാ എങ്ങനെ ഉണ്ടാ വെള്ളത്തില്? ഇനിയുണ്ട് ഗൈസ്. ഈ ഒരു പാർക്ക് എങ്ങനെ ഇളവിപ്പോയ സാധനമാണ് കേട്ടോ. ഇത് 3500 അടി ഉയരത്തിൽ നിന്നാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഹേ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് ഗൈസ്. ഇന്ന് ഒരു ട്രാവൽ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഇല്ലിക്കക്കല്ല് പോവാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കരയാണ്. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഏകദേശം 175 അടുപ്പിച്ച കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഏകദേശം 78 കിലോമീറ്റർ ഇനി വന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 3:30 ടൈമിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ 4 മണിയായിപ്പോയി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഇപ്പോൾ കൊട്ടാരക്കര വന്ന് കൊട്ടാരക്കര അമ്പലത്തിൽ കയറി. അങ്ങനെ ഇപ്പോൾ കൊട്ടാരക്കരയാണ് ഉള്ളത്. നമ്മൾ ഇല്ലിക്കക്കല്ലിലോട്ട് പോവാണ് കേട്ടോ. അത് പോണ വഴിക്ക് നിങ്ങൾ കാണാമോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അത്യാവശ്യം കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് നമുക്ക് മറ്റേ ഫോഗ് ലാമ്പിൻ്റെ ആവശ്യം വരുന്നത്. നമ്മളെ വണ്ടിയിൽ അത് വച്ചിട്ടില്ല. നമ്മൾ 3 വണ്ടിയായിട്ടാണ് കേട്ടോ പോണത്. എൻ്റെ ജിക്സറും 220 പോകുന്നുണ്ട്, പിന്നെ ഒരു MG പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇടയ്ക്കിടയ്ക്ക് കോട വരും, ഇടയ്ക്കിടയ്ക്ക് കോട പോകും. അങ്ങനത്തെ ഒരു സ്കീമിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഗൈസ്. നമ്മളെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം, ട്രിപ്പ് പോകണം എന്നുള്ള കാര്യം. പ്ലാനിങ് ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അത് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചത്. ഇത് പെട്ടെന്ന് നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത് ഇന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ ഗൈസ്, നമ്മൾ ഇന്ന് പോകുന്ന വഴിക്ക് മൊത്തം ഒരു തീർത്ഥാടന യാത്ര പോലെയാണ് കേട്ടോ. കൊട്ടാരക്കര ഒരു അമ്പലത്തിൽ കയറി ഇങ്ങ് വന്ന് പോകുന്ന വഴിക്ക് എടാ ഈ പള്ളിയുടെ പേരെന്തായിരുന്നു? ആ, പരിമലപ്പള്ളി എന്ന് പറയുന്ന പള്ളി അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ് കേട്ടോ. അപ്പോൾ അവിടെ കയറി ഫുള്ളൊരു എന്തോ മതസൗഹാർദ്ദ യാത്രയായിട്ട് കണക്കാക്കാം കേട്ടോ ഇത്. ചപ്പാത്തിയും സോയാബീനും ഇന്നലെ ഞാനൊരു 500 രൂപയ്ക്ക് അടിച്ചതാണ് കേട്ടോ. ഇപ്പം 187 കിലോമീറ്റർ ഓടി. വീണ്ടും 350 രൂപയ്ക്ക് അടിക്കുവാണ്. ഇനിയുണ്ട് പോകാനായിട്ട് 10, 30, 35 കിലോമീറ്റർ ഇനിയുണ്ട്. എന്താ ഇവിടെ നിന്ന് റൈറ്റ് ആണേ ഗൈസ്. ഇനിയും 25 കിലോമീറ്റർ ഉണ്ട്. 42 മിനിറ്റ് ആണ്. എടാ ലെഫ്റ്റ് സോറി അയ്യോ, റൈറ്റും ലെഫ്റ്റും മാറിപ്പോയി ഗൈസ്. ഗൈസ് ഇനി വെറും 13 കിലോമീറ്ററും കൂടെ ഉള്ളു കേട്ടോ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഭയങ്കര ത്രില്ഡൊക്കെയാണ്. കാരണം ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇത്രയും ലോങ് ട്രിപ്പ് ബൈക്ക് വന്നു, എല്ലാവരും ഒരുമിച്ച് വരാൻ പറ്റി. പക്ഷെ ഒറ്റൊരു കാര്യം ഓർത്തിട്ട് ഡിസപ്പോയിൻമെൻ്റ് ഉള്ളൂ. ഇത് കണ്ടോ നിങ്ങൾ? ഈ മോട്ട വെയിലത്താണ് നമ്മൾ കയറാൻ പോകുന്നത്. അതിൻ്റെ ആ ഒരു വിഷമം കൊണ്ട് കേട്ടോ. കാരണം നമ്മൾ കുറേ അടുത്ത് നിർത്തിയാണ് വന്നത്. അപ്പം ഫസ്റ്റ് ടൈം ഇങ്ങനെ ട്രിപ്പ് പോകണോണ്ട് നമുക്ക് ടൈം മാനേജ്മെൻറ്റ് അറിയാൻ പാടില്ല. എവിടെയൊക്കെ എങ്ങനെയൊക്കെ എത്ര സമയം ചിലവഴിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതാണ് അമ്മമാർ നമ്മളെ ഗ്യാങ് തോന്നിക്കുന്നത്. ഓരോരുത്തർക്ക് നിതംബങ്ങൾ വേദനയൊക്കെ ആയിട്ടാണ് കേട്ടോ ഇങ്ങനെ കൊണ്ട് നിർത്തുന്നത്. അവരുടെ ചന്തി പിടിച്ചിരിക്കണണ്ട എന്ത് വെച്ചിടാ കുട്ടാ? സൈക്കിൾ കൊണ്ട് ഇറങ്ങി എന്നിട്ട് പലകയാടാ ഇത് പലകയാടാ. അങ്ങനെ പറയല്ലേ, MG കാട്ടിയും ബെറ്റർ അല്ലേ? ഓ
എനിക്കറിഞ്ഞൂടെ വഴി. നീ അവന്റെ പുറകെ പോയാ എനിക്ക് ഭ്രാന്താ വഴി കേട്ട് കഴിഞ്ഞാ. കേറ് കേറ്. ചെറിയൊരു ചേഞ്ച് ഇൻ പ്ലാൻ. അതായത് നമ്മളിപ്പോൾ ആ മലയ്ക്ക് കയറി പോയി കഴിഞ്ഞാൽ വെന്തുരുവി കരിക്കട്ടയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്ത് ഇവിടെ എവിടെയെങ്കിലും അരുവി അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് പിന്നെ വന്ന് ഫുഡൊക്കെ അടിച്ചിട്ട് പിന്നെ കയറാമെന്നുള്ള രീതിക്കാണ് പ്ലാൻ ചെയ്തത്. അപ്പോഴത്തെ അവിടുത്തെ ചേട്ടന്മാരത്ത് ചോദിച്ചപ്പോഴും പറഞ്ഞാൽ അത് തന്നെയാണ്, ഇപ്പം കയറണ്ട എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അപ്പം നമ്മളിവിടെ എവിടെയെങ്കിലും ഒരു അരുവി പോലത്തെ സംഭവം ഉണ്ടാകുന്ന ചോദിച്ചപ്പം ഉണ്ട്, ഇങ്ങനെ എന്തൊക്കെ വഴികൾ പറഞ്ഞു തന്നു കേട്ടോ. ഇവിടെ നിന്ന് ലെഫ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇങ്ങോട്ടാണോ? സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ മറന്നുപോയി. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ഓർമ്മയുണ്ട്, എനിക്ക് എല്ലാം തലേ നിൽക്കും, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്തൊരു ഒരു പുഴ. ഓ ഇതാണ് ഓഫ് റോഡെന്ന് പറഞ്ഞല്ലേ. ഞാൻ മോനെ ഇത്രയും വെള്ളം കിട്ടിയാലും മതിയല്ലേ കുളിക്കാൻ. പക്ഷേ കെട്ടിക്കിടക്കണ വെള്ളം, ഒഴുക്കില്ലല്ലേ. ശേ നോക്കട്ടെ ഗൈസ്. അത്യാവശ്യം നല്ല പുഴയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും കുളിച്ചിട്ടേ നമ്മൾ ഒരു കുളി പാസ്സാക്കിയിട്ട് എന്തായാലും പോകുന്നുള്ളൂ. കാരണം ഇപ്പം ആ മലയ്ക്ക് പോയിരുന്ന സീനാണ്. ഹിമാലയനെ എക്സ്പൾസൊക്കെ കൊണ്ടായിരുന്നു എണീറ്റ് ഒന്ന് പോവായിരുന്നു. എണീറ്റ് എന്തൊരു ശബ്ദം. നിന്റെ വള കയറിയിരിക്കണേ അറിയാം. ഞാൻ വെച്ചാൽ ഫെയറിങ് വൈബ്രേഷൻ എന്ന്. അയ്യോ അവൻ്റെ MT ബാക്ക് സ്കിഡായ ചേട്ടാ. അമ്മ ഇല്ല ഇല്ല ഇല്ല. ഓ തേരിയാണ്ടേ സീന്. ഇറക്കം വീണ്ടും കുഴപ്പമില്ല. അല്ല ഇങ്ങനെ നിൽക്കുമ്പോഴേ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ച് നോക്ക് നീ. ഹീറ്റാവും കേട്ടാ, നല്ല രീതിക്ക് എൻജിൻ ഹീറ്റാവും. ABS കിടന്ന് അടിക്കണ ശബ്ദം ഉണ്ടാ. ABS അടിക്കുന്ന ശബ്ദമാണത് ഫ്രണ്ടില്. ഓഹോ ഇന്ത്യയിൽ അങ്ങനെ കേൾക്കൂലേ? ഇതിലങ്ങനെ കേൾക്കും. അവൻ്റെ വണ്ടി വലിക്കുന്നില്ലടാ, എൻ്റെതും വലിക്കുന്നില്ലാണ്ടാ. അത് എനിക്ക് തോന്നുന്നു മലയിൽ കയറുന്നതിൻ്റെ സീനാണെന്ന് തോന്നുന്നു. വെയിറ്റും കൂടെ ഉള്ളതുകൊണ്ടാണ്. എടാ എഞ്ചിനൊരു പിടുത്തമുണ്ടാ. അല്ല എഞ്ചിനൊരു പിടുത്തമുണ്ടാ. എഞ്ചിനെ നിനക്കും ഉണ്ടോ? ഓ നിനക്കും ഉണ്ടോ? ഇനി മലയാളം ഇതായോണ്ടാണോ എന്തോ അല്ലേ. എടാ എഞ്ചിനൊരു ബാക്ക് വലിയ ഉണ്ടാ? ആ ഉണ്ടാ. അപ്പം എല്ലാ വണ്ടിക്കും ഉള്ളതായിരിക്കും അല്ലേ? ഓ കയറണല്ലോ, അത് തന്നെ. അപ്പം എല്ലാ വണ്ടിക്കും ഉള്ളത് തന്നെയല്ലേ? കുറച്ചു നേരം വണ്ടി ഒന്ന് ഡൗൺ ആക്കിയിട്ട് പോവാല്ലേ, അല്ലേ പിന്നെ സീനാവും തോന്നുന്നു. പക്ഷെ നമുക്ക് വണ്ടിക്ക് ഒന്ന് റെസ്റ്റ് കൊടുക്കാം കേട്ടോ. എല്ലാ വണ്ടിക്കും സീനാണ് എന്നാണ് പറയണത്. ബുദ്ധി കൂടി പോയിൻ്റെ, സോറി. അയ്യോ അല്ല ഞാൻ വെച്ചു എന്റെ വണ്ടി കത്തണം എന്ന് വിചാരിച്ചു. സത്യല്ലേ? ഓ പിസ്റ്റൺ മൂവ്മെന്റ് ഇല്ലാത്ത പോലെ. ഹീറ്റിന്റെ മാത്രമല്ലടാ, നമ്മൾ ഒറ്റക്കല്ല, ലോഡാണ്. പിന്നെ ഇത്രയും ഫീറ്റിന്റെ മേളിലാണ്. എയർ ഇൻടേക്കിന് പ്രശ്നം വരും. അത് തുപ്പലിറക്കുമ്പോ വീണ്ടും തുറക്കും. അന്ന് ഓവർകോട്ടിൽ നിന്ന് ഇറങ്ങിയ ഇപ്പൊ ഓക്കെ കേട്ടാ. ഒന്ന് റെസ്റ്റ് കൊടുത്തപ്പോ ഓക്കെ. കേറിക്കോ. ഹീറ്റ് മാത്രല്ലടാ, ഫീറ്റ് കൂടുന്തോറും എയർ സക്കിങ് സീനാവും.
Oh, 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 oh. Come on, come on. Come on. നീ ഈ വഴി അവിടെ ദോ കിട്ടി 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 സാധനം കിട്ടി ഫൈനലി. അവിടെ ആൾക്കാരുണ്ടോ? ഇവിടുത്തെ വണ്ടികളൊക്കെ ഇരിപ്പുണ്ട്. ഇവിടുത്തെ ആൾക്കാരായിരിക്കും, ലോക്കൽസ്. ഇത്രയും മതികളാ, ഇതൊക്കെ മതി. കെട്ടിക്കിടക്കണ അല്ലടാ, ഇതാ ഒഴുക്കുണ്ട്. ഗൈസ്, നമ്മളങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ചേട്ടാ. കടപുഴ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അധികം വെള്ളമൊന്നുമില്ല കേട്ടോ, ഞാൻ കാണിച്ചതാ. അധികം വെള്ളമൊന്നുമില്ല, പക്ഷേ ഈ സ്പോട്ടിൽ ഇതാ വെള്ളം കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം നിന്ന് കുളിക്കാൻ പറ്റിയ രീതിക്കുള്ള വെള്ളം കിടപ്പുണ്ട്. പക്ഷെ ഇപ്പം ഇറങ്ങണോ വേണ്ടേ എന്നുള്ള മൈൻഡിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഭയങ്കര ആഴമൊന്നുമില്ല, ആകെ ഈ അരടി പൊക്കത്തിൻ്റെ വെള്ളമേ ഉള്ളൂ. നമ്മളത് വണ്ടി കാണിച്ചേ. വണ്ടി അവിടെ വെച്ചിട്ട് നമ്മൾ ഇതുവഴി ഇങ്ങനെ നടന്നു വന്നതാണ് കേട്ടോ. അപ്പം ഇവിടെയാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. അപ്പം അവന്മാരിതോ കാണിച്ചു തരാം. അവന്മാരിതോ അങ്ങ് പോയി നിൽക്കണുണ്ടോ. അവിടെ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടോ എന്നുള്ള കാര്യം ഞാൻ നോക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ. ഓ സീൻ ഇത് നോക്കി. ഗൈസ്, ഞാൻ ഇറങ്ങാൻ പോണു ഗൈസ്. എമാരെല്ലാം മൊണ്ടിയാണ്, എല്ലാം എണ്ണം മൊണ്ടികളാണ്. ഉൾപ്പെടാ. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കൂത്താടികളുണ്ട് കേട്ടോ. ക്യാമറ കൂടെ കാണാൻ പറ്റില്ല. ഞാൻ നിങ്ങൾ അണ്ടർവ്യൂ കാണിച്ചു തരാം. എങ്ങനെയുണ്ടോ വെള്ളത്തില്? കിട്ടിയിട്ടുണ്ട്. ഇതിന് കണ്ടിട്ട് എന്റെ വീട്ടുകാര് പറയണതാണ്. കണ്ടാ അവന്മാരെല്ലാം കൊണ്ടോ കേറി ഇരിക്കണത് കണ്ടാ. അങ്ങനെയാണ് നമുക്കൊരു വിചാരമുണ്ട് തിരിച്ച് വീട്ടിൽ ചെല്ലണമെന്നുള്ള. അച്ഛനും അമ്മയും നോക്കിയിരിക്കണം. അങ്ങനത്തെ വിചാരങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നിനക്ക് അങ്ങനെ ഇല്ല. നീ തെമ്പാടി കണ്ടോ, നീ തെമ്പാടി. അച്ഛ അമ്മ ഇത്ര ഇത് പൊക്കമുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. പിന്നെ മലവെള്ളമാണ്, വലിയ കുഴപ്പമൊന്നും കാണത്തില്ല. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ മാത്രമേ കുളിച്ചോളൂ ഗൈസ്, അവന്മാരെല്ലാം മൊണ്ടിയായിരുന്നു. ബ്ലഡി ഫൂൾസ്. നമ്മൾ ഇനി പോയി ഫുഡട്ടെ. സുഹൃത്തുക്കളെ പറ. ഹൃദയം തരണേ, കൂട്ടുകൂടണേ. അയ്യ, അത് വേറെ, ഇത് വേറെ ഗൈസ്. ഇതാണ് ഗൈസ് ഇല്ലിക്കക്കല്ല്. നമുക്ക് നടക്കാൻ വയ്യാത്തതിനാൽ നമ്മൾ ജീപ്പ് പിടിക്കും. എടാ പാസ് വിടറോ. നമുക്ക് ഇതുവരെ കയറണം, ഇനിയും കയറാറുണ്ട്. അതുവരെ കയറാറുണ്ട്. നിങ്ങൾ നമ്മുടെ പയ്യന്മാര് സ്ലോ മോഷൻ നടക്കണുണ്ട്. കാണിച്ചരാ, കണ്ടാ സ്ലോ മോഷൻ കണ്ട ഉമ്മിപ്പിച്ചു. ഇവിടെ ജീപ്പില്ല. നമ്മള് ജീപ്പ് കയറും പോലെ കയറണം. ഒന്നുമില്ല. വാ. എവിടെ കയറി പോണ് മത്സരം കേസ്. ഞാൻ ഇപ്പൊ കിടന്നേരാ.
ഉലകമുന്നൻ കീഴേ അമ്മ ഇനിയുണ്ട് ഗൈസ്. വാ 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 നീ വരാ. വ്യൂ അങ്ങോട്ടും ഒക്കെ അടിപൊളിയാണ്. We are at the top of the Kottayam. Top of the Kottayam. Yes. കോട്ടയം ഇല്ലേ ഇത്? കോട്ടയം കോട്ടയം. അതെന്താണ് അങ്ങനെ ഒരു ശബ്ദം? വയറില് വായില് വായില് തൊണ്ടെല്ലാം പറ്റിയെന്ന്. തൊണ്ടയിലെ വെള്ളം എല്ലാം പറ്റി. എത്തി 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 എത്തി. സ്റ്റാമിന ഇല്ല ഗൈസ്. ഇല്ലിക്കൽ കല്ല് മസ്റ്റ് വാച്ച് ഗൈസ്. അതെ മസ്റ്റ് വാച്ച്. പ്രത്യേകിച്ച് വെയിലത്ത് തന്നെ മോട്ട വെയിലത്ത് മസ്റ്റ് വാച്ച് അല്ലടാ ഇല്ലിക്കൽ കല്ല്. ഇതാണ് ഇല്ലിക്കക്കല്ല്. ഇല്ലിക്കക്കല്ല് ഈ ഒരു പാർക്ക് എങ്ങനെയോ ഇളവിപ്പോയ സാധനമാണ് കേട്ടോ. ഇത് 3500 അടി ഉയരത്തിൽ നിന്നാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഗൂഗിൾ നോക്കി പഠിച്ചോളൂ. എന്നാലും പറഞ്ഞില്ലേടാ. അപ്പൊ അതാണ് അതിന്റെ കാര്യം. ലൈക്ക് യു. അങ്ങനെ നമ്മൾ ഇല്ലിക്കൽ കല്ല് കണ്ട് ഇറങ്ങി കേട്ടോ. അപ്പൊ ഓക്കെ ഗൈസ്, നമ്മള് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നേരെ ട്രിവാൻഡ്രത്തോട്ടാണ്. ഏകദേശം 120 കിലോമീറ്റർ ഉണ്ട്. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിൽ കാണുന്നതായിരിക്കും.